ശങ്കരകൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയിൽ 4 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇവിടെ മൊത്തം 9 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറഞ്ഞത്. അവസാനത്തെ ചോദ്യവും ഉത്തരവും കിം വിഷം, എന്താണ് വിഷം എന്നതായിരുന്നു. അതിനുള്ള ഉത്തരം അവധീരണ ഗുരുഷു, ഗുരുക്കന്മാരിലുള്ള ഗുരുജനങ്ങളിലുള്ള അവജ്ഞയാണ്, അവഗണനയാണ് ഏറ്റവും വലിയ വിഷം എന്നതാണ്. തുടർന്ന് 5-ാമത്തെ ശ്ലോകം, കിം സംസാരേ സാരം ബഹുശോപി വിചിന്യമാനമിതമേവ കിം മനുജേഷുഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ. കിം സംസാരേ സാരം ബഹുശോപി വിചിന്യമാനമിതമേവ കിം മനുജേഷു ഇഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ. കിം സംസാരേ സാരം, ഇതാണ് ചോദ്യം. സംസാരേ സാരം കിം, സംസാരത്തിൽ എന്താണ് സാരം? സംസാര ശബ്ദം നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ട്. ജനന മരണങ്ങളുടെ ആവർത്തനം, അജ്ഞാനകാര്യമായി ശരീരാദ്യുപാധികളിലുള്ള താതാത്മ്യം കൊണ്ട്, കർമ്മങ്ങളിലുള്ള ഞാനെന്നും എൻ്റെ എന്നുമുള്ള അഭിമാനം കൊണ്ട് കർമ്മങ്ങളാൽ ബദ്ധരായി ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് കറങ്ങേണ്ടി വരുന്ന നിരന്തര യാത്രയാണ് സംസാരം. സൃ ഗതൗ, സൃ കുടിലായാം ഗതൗ എന്നീ ധാതുക്കളിൽ നിന്നാണ് സംസാര ശബ്ദം നിഷ്പന്നമാകുന്നത്. അപ്പോൾ കുടിലഗതിയോടൊത്തത് അഥവാ നിരന്തരഗതിയോടൊത്തത്, പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള ക്രമത്തിലുള്ളതാണ് സംസാരം. അപ്പോൾ അവിടെ ഈ സൃ ഗതൗ എന്നുള്ള ധാത്വർത്ഥമൊക്കെ മാറ്റി ചിന്തിച്ചാൽ സംസാരം എന്നാണ് ശബ്ദം. സമ്യക്കായ നല്ലപോലെയുള്ള സാരത്തോടു കൂടിയത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സംശയമാണ്, സംസാരേ സാരം കിം, സംസാരത്തിൽ സാരം എന്താണ്? സംസാരത്തിൻ്റെ സാരഭൂതമായത് എന്താണ്? ഇവിടെ ഉപനിഷത്ത് സംസാരമേവ നിസ്സാരം എന്ന് പറയുന്നുണ്ട്. സംസാരം നിസ്സാരം തന്നെയാണ്, സാരമില്ലാത്തതാണ്. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ഭാഷ്യത്തിലൊരിടത്ത് കദളീസ്തംഭവത് അസാരഹ എന്ന് പറയുന്നുണ്ട്. കദളീസ്തംഭം പോലെ അസാരമാണ് ഈ സംസാരം. കദളീസ്തംഭം എന്ന് പറഞ്ഞാൽ വാഴയുടെ കാണ്ഡമാണ്. അത് ഒരു തടിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അതിൽ സാരമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഓരോ പോളയായിട്ട് പൊളിക്കുകയാണ്. ഓരോരോ പോള പൊളിക്കുമ്പോഴും അടുത്ത പോള, അത് പൊളിക്കുമ്പോൾ അടുത്ത പോള, അങ്ങനെ പൊളിച്ച് പോയാൽ മനസ്സിലാവും ഇതിനുള്ളിൽ ഒരു സാരവും ഇല്ല എന്ന്. അതുപോലെയാണ് ഈ സംസാരം. എൻ്റെ നിൻ്റെ, ബന്ധുത്വം ശത്രുത്വം, ഇങ്ങനെയുള്ളതായ ഭാവങ്ങളെ കൊണ്ട് പലവിധ വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് കേമമാണല്ലോ എന്ന രീതിയിൽ ആകർഷണീയമായി കാണിക്കപ്പെടുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുകയാണ്. സ്ഥാനമാനങ്ങൾ, പദവികൾ, അത് ഇത്. പക്ഷേ എന്താണതിൻ്റെ സാരമെന്ന് നിരൂപണം ചെയ്യുമ്പോൾ ഒരു സാരവും ഇല്ല എന്ന് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ എന്നുള്ള തുച്ഛത്വ ബുദ്ധി വന്നു. അത് സംസാരമേവ നിസ്സാരം. എങ്കിലും സംസാരം എന്നാണല്ലോ ശബ്ദം. അവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത്, എന്താണ് ഇതിൻ്റെ സാരം? അപ്പോൾ പറയുകയാണ്, ബഹുശഃ ചിന്ത്യമാനം അപ്പി ഇതമേവ. ബഹുശഃ ചിന്ത്യമാനം, പല പ്രകാരത്തിൽ ചിന്തിക്കപ്പെടുന്നത്, പല പ്രകാരത്തിൽ ചിന്തിക്കപ്പെടുമ്പോഴും ഇതമേവ, ഇത് തന്നെയാണ്, ഈ സംസാരം തന്നെയാണ്, ഇത് തന്നെയാണ് അതിൻ്റെ സാരം. എന്താണ് ഇത് തന്നെയാണ് അതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ? വളരെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ സംസാരമുണ്ട് എന്ന് പറയുന്നു, സംസാരമുണ്ട്, ഇതുണ്ട്, മറ്റൊന്നിനെ കൊണ്ട് ഇതുണ്ട്. ഈ സംസാരത്തിൽ മുഴുവൻ തന്നെ ഇത് അത്, ഇതം അധഹ,
ഇത് അത് എന്നുള്ള രീതിയിൽ വിഭക്തമാണ്. ഇതെന്ന് പറയുന്നതും അതെന്ന് പറയുന്നതും ദേശത്താലോ കാലത്താലോ അകന്നിരിക്കുമ്പോഴാണ്. എന്നാൽ അതെന്ന് പറഞ്ഞ വസ്തുവെ സമീപിക്കുമ്പോഴോ അതും ഇതായി. അങ്ങനെ ഇതം ശബ്ദാർത്ഥമായിട്ട്, ഇതം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥമായിട്ട് എന്തെന്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ, ഈ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഇത് തന്നെയാണ് സംസാരത്തിൻ്റെ സാരം. അതെന്താണ്? ഇതാണ് നമ്മൾ വിചാരം ചെയ്യേണ്ടത്. ഇതുണ്ട് എന്നീ വിധം എന്തെന്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അതിലെല്ലാം ഉണ്മയെ കൊടുക്കുന്നത് എന്ത്? ആരാണ് ഇത് എന്നുള്ളതിന് ഉണ്മയെ കൊടുക്കുന്നത്? എന്താണത്? ചിന്തിക്കുക. കാരണം പദാർത്ഥം എന്നുള്ള രീതിയിൽ ഒരു ദൃശ്യത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഉണ്ടാകുന്നതും നശിക്കുന്നതുമാണ്, താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഉണ്ട് ആകുന്നു എന്ന് പറയപ്പെടാൻ ഹേതുവായിട്ട് ഇത് എന്ന് എന്താണുള്ളത്? ഈ സംസാരം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു, ഇത് സംസാരം, അഥവാ ഈ സംസാരമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ ഇത് എന്നുള്ളത് തന്നെയാണ് ബഹുശഃ വിചിന്യമാനമപി. ബഹുശഃ പല പ്രകാരത്തിൽ, വിചിന്യമാനം വിശേഷേണ ചിന്തിക്കപ്പെടുമ്പോഴും ഈ സംസാരത്തിൻ്റെ സാരമായി നിൽക്കുന്നത് ഇത് തന്നെയാണ്. താത്പര്യം എന്ത് ഉള്ളതിനാൽ എല്ലാം ഉള്ളതായി ഭാസിക്കുന്നുവോ ആ ഏകമായ അദ്വിതീയമായ ഉണ്മ തന്നെയാണ് ഈ സംസാരത്തിൻ്റെ സാരം. അതുകൊണ്ട് തന്നെ നമ്മൾ ജഗന്മിഥ്യ എന്നൊക്കെ പറഞ്ഞാലും ജഗത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നതിനാസ്പദമായിരിക്കുന്നത് സദ്വസ്തുവല്ലാതെ മറ്റൊന്നല്ല. ഇപ്പോൾ സദ്വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ജഗത്തിനൊരു അസ്തിത്വമില്ല. അതുകൊണ്ടാണ് ജഗന്മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് സംസാരത്തിൻ്റെ സാരം. ഇതാണ് മറുപടി. വളരെ സൂക്ഷ്മ വിചാരം ചെയ്ത് ഗ്രഹിക്കേണ്ടുന്നതാണ് ഈ ഒരു ചോദ്യത്തെയും ഉത്തരത്തെയും. നല്ലപോലെ വിചാരം ചെയ്യുക എന്ന് മാത്രം പറയുന്നു.